സെക്സ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെയാണെങ്കിൽ ഇവന് പറമ്പിൽ നിന്ന് കിട്ടുന്നു. പിന്നീട് ഇവനാണെങ്കിൽ അവളെ പൂട്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2006 റിലീസ് ചെയ്ത ബ്ലാക്ക് സ്നേക്ക് മോൺ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നായികയായിട്ടുള്ള റേയും അവളുടെ തന്നെ കാമുകനായിട്ടുള്ള റോണി തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇച്ചിരി കഴിഞ്ഞ് അവനാണെങ്കിൽ തിരിച്ച് അവൻ്റെ പട്ടാള ജോലിയിലേക്ക് തന്നെ പോകും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് ആ സിറ്റിയുടെ തന്നെ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ലാസാർസ് എന്ന് പേരുള്ള ഒരാളെയാണ്. അവനാണെങ്കിൽ നേരത്തെ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. പിന്നീട് ഫാമിംഗ് ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് അവൻ്റെ ഭാര്യയാണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്. പിന്നീട് അവൻ്റെ ഭാര്യയാണെങ്കിൽ ഇവനോട് വന്ന് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് ഡിവോഴ്സും ചെയ്യും. പിന്നീട് കഥയാണെങ്കിൽ വീണ്ടും റെയ്ഡ് എടുത്തേക്ക് തന്നെ വരും. അവളാണെങ്കിൽ റോണി പോയ വിഷമത്തിൽ മറ്റൊരുത്തനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ്റെ പേരാണ് എല്ലെന്നായിരുന്നു. അവൻ ഒത്തിരി നേരം ഇവളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിന് ശരിക്കും മടുത്തു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇവളെ ഇട്ടിട്ട് പോകും. പിന്നീട് അവളാണെങ്കിൽ അടുത്ത കാമുകനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്കിന്നി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സിറ്റി കൂടി ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലാസറസിനെ കാണിക്കും. അവനാണെങ്കിൽ വിഷമമൊക്കെ മാറ്റാൻ വേണ്ടി ബാറിൽ പോയിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴാണ് അവൻ്റെ ബ്രദർ അങ്ങോട്ട് കയറി വരുന്നത്. അവനവിടെ വന്ന ശേഷമാണെങ്കിൽ ഇവനോട് ക്ഷമയൊക്കെ ചോദിക്കും. പിന്നീട് കുറേ നേരം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. ലാസറസ് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴാണ് അവനാണ് ശരിക്കും ലാസറസിനോട് ഇപ്പോഴും സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ദേഷ്യം വരും. ലാസറസ് ആണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ കഴുത്തി പിടിച്ച് ടേബിളിലോട്ട് വെച്ചിട്ട് ഇപ്പം പറഞ്ഞ വാക്കുകൾ പറയാനുള്ള അർഹത ഇവനില്ലെന്ന് പറഞ്ഞിട്ട് ബിയർ ബോട്ടിലാണെങ്കിൽ തൊട്ടടുത്തുള്ള ടേബിളിലേക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി അങ്ങ് ബാറിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതേ രാത്രി തന്നെ റേ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിക്ക് വൈകുമായിരുന്നു. എല്ലാ പാർട്ടിയും പോലെ തന്നെ വെള്ളം അടിച്ച് സ്മോക്ക് ചെയ്തും കുറേ അങ്ങ് ഇവള് സമയം സ്പെൻഡ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞാണ് പതിയെ ഉറക്ക ഗുളികളും എല്ലാം അടിച്ച് ടോക്സിക്കേറ്റഡ് ആയിട്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ അതുവഴി ഓടി നടക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ഇവളുടെ ബോയ് ഫ്രണ്ട് റോണിയുടെ ഫ്രണ്ടായിട്ടുള്ള ജില്ല് അങ്ങോട്ട് വന്നിട്ട് ഇവളെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറയും. അങ്ങനെ റേ ആണെങ്കിൽ അവൻ്റെ കൂടെ പോകുമ്പോഴാണ് അവനാണെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇവളെ മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നത്. അന്നേരമാണ് ജില്ലിൻ്റെ ക്യാരറ്റിന് വലിപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം വന്ന ജില്ലാണെങ്കിൽ ഇവളുടെ ശബ്ദം നിൽക്കുന്നിടം വരെ ഇട്ടിടിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ജില്ലിനും പേടിയായി തുടങ്ങും അവൾ മരിച്ചോന്ന് ഓർത്ത്. അങ്ങനെ അവനാണെങ്കിൽ അവളെ റോഡിൽ ഇട്ടിട്ട് അങ്ങ് വണ്ടിയും എടുത്തു പോകും. പിറ്റേന്ന് രാവിലെ വേസ്റ്റ് കളയുമ്പോൾ ലാസറസ് ആണെങ്കിൽ ഇവളിങ്ങനെ കിടക്കുന്ന കാണും. ഇവൻ നോക്കുമ്പോഴത്തേക്കും അവളുടെ മുഖത്തിൽ അടി കിട്ടിയ പാടും ചോരെ കുളിച്ചും കിടക്കുമായിരുന്നു. ജീവനുള്ളത് കണ്ട ഉടനെ തന്നെ ലാസറസ് ആണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരും. അബോധാവസ്ഥയിലാണെങ്കിൽ അവളാണെങ്കിൽ എല്ലെന്ന് പറഞ്ഞ ആളിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവനാണെങ്കിൽ അവനെ അറിയുകയും ചെയ്യുമായിരുന്നു. ഇവനോർക്കും ഇനി എല്ലാവരും ഇവൾ ഈ അവസ്ഥയിലാക്കിയെന്നൊക്കെ. ഉടനെ തന്നെ ഇവൾക്ക് മെഡിസിൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇവനാണെങ്കിൽ നേരെ സിറ്റിയിലേക്ക് എന്നിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും. അവിടെ വെച്ച് ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആഞ്ചലയാണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ അവൾക്ക് വേണ്ടിയുള്ള മെഡിസിൻ എല്ലാം ഇവൻ്റെ കൊടുത്തു വിടും. ലാസറസ് പിന്നീട് വീട്ടിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എല്ലിനെ കാണാൻ വേണ്ടിയായിരുന്നു ചെന്നത്. അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഇവനൊന്നും അല്ല അങ്ങനെ ചെയ്തത്. പക്ഷേ അവളാണെങ്കിൽ ഒരു സെക്സ് അഡിക്റ്റ് ആയിട്ടുള്ള വുമണാണെന്ന് കൂടി ഒന്ന് സൂചിപ്പിക്കും. ഇതേ സമയം വീട്ടിൽ കിടക്കുന്ന റേ ആണെങ്കിൽ ആരോഗ്യം അവളെ പിടിക്കാൻ വരുന്ന പോലെ സ്വപ്നം കണ്ടിട്ട് അവിടെ നിന്ന് പേടിച്ച് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷേ ഓൾറെഡി വീക്കാരനോട് അവൾക്കാണെങ്കിൽ എഴുതി പകുതി വരെ പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ വന്ന ലാസറസ് ഇവിടെ ഈ അവസ്ഥ കാണുമ്പോഴേക്കും പതിയെ എഴുന്നേപ്പിക്കാൻ വേണ്ടി നോക്കും. അന്നേരമാണ് റേ ആണെങ്കിൽ ഇവനെ കയറി ഉമ്മ വെക്കുന്നത്. പെട്ടെന്ന് അവനൊരു ഷോക്കാണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് അവൻ തട്ടി മാറ്റും അവളെ. അന്നേരം റേ ആണെങ്കിൽ നിലത്ത് കിടന്ന് കുറേ നേരം പിടച്ചിട്ട് എന്തൊക്കെയോ കിടന്ന് വിളിച്ച് പറയാൻ വേണ്ടി തുടങ്ങും. അന്നേരം ലാസറസിന് പേടിയായിട്ട് അവനാണെങ്കിൽ ഒരു ബൈബിളും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി ഓടും. പിന്നീട് ഒരു ഐഡിയ കിട്ടിയ ലാസറസ് ആണെങ്കിൽ പതിയെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ബാത്ടബിൽ കൊണ്ടുപോയി കുറേ ഐസ് ഇടും. അത് കഴിഞ്ഞ് റേയെ എടുത്ത് കൊണ്ടുവന്നിട്ട് ബാത്ടബിലേക്ക് ഇരുത്തും. അന്ന് രാത്രിയാണെങ്കിൽ റേ ആണെങ്കിൽ ആ വീട്ടിൽ രക്ഷപ്പെടാൻ വേടി നോക്കും. അവൾ പതിയെ ഒരു വിധത്തിൽ പാടത്തിൻ്റെ അവിടെ വരെ ചെല്ലും. പക്ഷേ അവിടം വരെ പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. വീണ് കിടന്ന് അവളാണെങ്കിൽ റോണിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം ഇത് കണ്ടുവരുന്ന ലാസറസ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് എടുത്തു കൊണ്ടുവന്ന് സോഫയെ കിടത്തും. അവൾക്കാണെങ്കിൽ ഇവനെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഇവനൊന്നും ചെയ്യാൻ വന്നൊന്നുമല്ല, പകരം ഇവളെ ഹെൽപ്പ് ചെയ്താന്ന്. പിന്നീട് റേ ഉറങ്ങിയ ശേഷം ലാസറാണെങ്കിൽ അവിടേക്ക് പോയി വലിയൊരു മെറ്റൽ ചെയിൻ എടുക്കുന്നത് കാണിക്കും. പിറ്റേ ദിവസം റേ നിൽക്കുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ പതിയെ അസുഖമൊക്കെ മാറി വരുന്നതായിരുന്നു. അന്നേരമാണ് ലാസറസുമായിട്ട് അവൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവനാണെങ്കിൽ ഇവളൊരു സെക്സ് അഡിക്ഷനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾക്കത് ഇഷ്ടപ്പെടാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നോക്കും. അവൾ നോക്കുമ്പോഴത്തേക്കും അവളുടെ ദേഹത്ത് ഒരു ചെയിൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ കിടന്ന് ഉച്ചത്തിൽ കാറിക്കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി ഓടാൻ വേണ്ടി തുടങ്ങും. പക്ഷേ അവൾക്കൊരു ലിമിറ്റ് കൂടുതൽ പോകാനും പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കാരണത് അവിടെ നിന്ന് ആരും കേൾക്കാനും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോഴത്തേക്കും ലാസറസ് ആണെങ്കിൽ അകത്തുനിന്ന് ബലമായിട്ട് ആ ചെയിൻ പിടിച്ച് വലിച്ച് കയറ്റാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇവനും പറയുന്നത് ഇവളാണെങ്കിൽ ഇൻതൊട്ട് ഇവൻ പറയുന്നത് കേട്ടിട്ട് ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും മാറ്റിയെടുക്കണമെന്നും പറയും. അങ്ങനെ പിറ്റേ ദിവസം തൊട്ടിട്ട് റേ ആണെങ്കിൽ ലാസറസിൻ്റെ വഴി കൂടെ തന്നെ നടക്കാൻ വേണ്ടി തുടങ്ങും. അവൾക്കാണെങ്കിൽ ലാസറസ് ഹോം മെയ്ഡ് ഫുഡുകൾ കൊടുക്കും. അതുപോലെ തന്നെ അവൾക്ക് ഓരോ ഫീലിങ്സ് വരുമ്പോഴത്തേക്കും മാക്സിമം ഇവനാണെങ്കിൽ അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെ നോക്കും. അങ്ങനെ പതിയെ ഇവൾ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലാസറസ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി സിറ്റിയിലേക്ക് പോകുന്നത്. ഈ സമയം ലാസറസിൻ്റെ ആ ഫാം വിസിറ്റ് ചെയ്യാൻ വന്ന ടീനേജ് പയ്യനാണെങ്കിൽ ആ റൂമിൻ്റെ അകത്തോട്ട് വന്ന് കയറും. റേ ആണെങ്കിൽ ഒരുപാട് ദിവസമായിട്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവൾ കിട്ടിയ ടീനേജർ പയ്യൻ്റെ നേരെ ചാടി വീഴും. അന്നേരമാണ് കറക്റ്റ് സമയത്ത് ലാസറസ് വരുന്നതും അവനെ ചവിടി പുറത്താക്കുന്നതും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ലാസറസിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആറല്ലെന്ന് പറഞ്ഞൊരു പാസ്റ്റർ വരും അങ്ങോട്ട്. അവനിതൊക്കെ കാണുമ്പോഴത്തേക്കിന് ചോദിക്കും അവളെ ഇങ്ങനെ തടവിലിട്ടേക്കുന്നതെന്നൊക്കെ. അന്നേരമാണ് ലാസറസ് അവൾക്ക് ഇങ്ങനെ ഒരു സെക്സ് അഡിക്ഷൻ ഉള്ളതിനെ പറ്റിയൊക്കെ പറയുന്നത്. പിന്നീട് ആറലാണെങ്കിൽ ചെന്ന് അവളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ഇവൻ നല്ല കാമായിട്ട് സംസാരിച്ചുകൊണ്ട് അവളും ഇവനോട് നല്ല രീതിയിൽ തന്നെ പെരുമാറാൻ വേണ്ടി തുടങ്ങും. പിന്നീടാണ് ലാസറസ് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവൾ ഇടുന്നത്. അത് കഴിഞ്ഞ് അവനെ കുക്ക് ചെയ്യാൻ അവൾ സഹായിക്കും. പിന്നീട് അവരെല്ലാം കൂടെ സന്തോഷത്തോടു കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങും.
ഇതേ സമയത്താണ് റോണി ആണെങ്കിൽ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. കാരണം അവനാണെങ്കിൽ പെട്ടെന്ന് ആൻസൈറ്റി വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നേരെ ബാറിലേക്ക് പോയിട്ട് കൂട്ടാനായിട്ടുള്ള ജില്ലിനെ കണ്ടിട്ട് റേയെ കാണാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ റോണി ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഫോൺ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അവ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ജില്ലി കയറി പറയുന്നുണ്ടോന്നും തോന്നല് അവളുടെ സ്വഭാവം ഒന്നും ശരിയല്ലെന്നും. കാരണം ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവളാണെങ്കിൽ ഒരുപാട് പേര് ബന്ധപ്പെട്ട് നടക്കുമായിരുന്നെന്നും ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ആയിരിക്കും എന്നും പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന റോണിയാണെങ്കിൽ ജില്ലിനെ പിടിച്ച് പുറത്താക്കും. അത് കഴിഞ്ഞ് ജില്ലിൻ്റെ ട്രക്ക് എടുത്ത് റേനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കും. ഇതേ സമയത്ത് ലാസറസ് ആണെങ്കിൽ റേയുമായിട്ട് ഒരുമിച്ച് ഡ്രിങ്കൊക്കെ കുടിച്ച ശേഷം അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളെ ചെയിനിൽ നിന്ന് ഫ്രീ ആക്കി വിടും. പിന്നീട് ലാസറസ് പറയും അവളെ വേണമെങ്കിൽ ഇപ്പോൾ ടൗണിൽ കൊണ്ട് ഇറങ്ങിയേക്കാന്ന് പറയും. അന്നേരമാണ് അവൾ തിരിച്ച് അവനോട് റിക്വസ്റ്റ് പറയുന്നത് ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇവനൊരു ഗിറ്റാറിസ്റ്റ് ആയതുകൊണ്ട് അവളുടെ മുമ്പ് വെച്ച് പാട്ട് പാടാൻ തുടങ്ങും. അങ്ങനെ അവൻ്റെ പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളാണെങ്കിൽ ഇവളുടെ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുന്നത്. കാരണം ഇവളുടെ അമ്മയുടെ പാർട്ണറിൻ്റെ അടുത്തുനിന്നായിരുന്നു ചെറുപ്പത്തിൽ ഇവൾക്ക് ആദ്യമായിട്ടുള്ള സെക്ഷൽ ടോർച്ചർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഇവളൊരു സെക്സ് അഡിക്റ്റ് ആയിട്ട് തന്നെ മാറിയത്. പിറ്റേന്ന് ലാസറസ് ആണെങ്കിൽ റേയെ കൊണ്ട് സിറ്റിയിലേക്ക് പോകും. അവനാണെങ്കിൽ അവിടെ പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുമായിരുന്നു. അതേ സമയത്താണ് റേ ആണെങ്കിൽ മാർക്കറ്റിലേക്ക് കയറി അവളുടെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെന്നിട്ട് അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പറയും. ഇവരുടെ പാർട്ണറായിരുന്നു ഇവളെ ഇങ്ങനെ ആക്കിയെന്നൊക്കെയുള്ള കാര്യം. പക്ഷേ അവളുടെ അമ്മയാണെങ്കിൽ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ലായിരുന്നു. മാത്രമല്ല ഇതൊക്കെ ഇവളെ ഉണ്ടാക്കിയ കെട്ടുകഥകളാണെന്നും അതുപോലെ തന്നെ ഇവളിപ്പോൾ ഒരു മോശം പെണ്ണാന്നുള്ള കാര്യമൊക്കെ പറയും. ഇത് കേട്ട് ദേഷ്യം അവളാണെങ്കിൽ അവളുടെ അമ്മേനെ കയറി ആക്രമിക്കാൻ തുടങ്ങും. പിന്നീട് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്ത് അവളുടെ അമ്മേനെ അടിച്ചിട്ട് അവിടെ കിടന്ന് കരയാൻ വേണ്ടി തുടങ്ങും. അതേസമയം ലാസറസ് ആണെങ്കിൽ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആഞ്ചലയുമായിട്ട് നല്ല കമ്പനിയായിട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നേരമാണ് ഈ ആളുകൾ കൂടുന്നതും ഈ ശബ്ദമെല്ലാം കേട്ട് അവനങ്ങോട്ട് ആ സ്റ്റോറിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവനാണെങ്കിൽ റേനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് ഇത് കണ്ട് ആഞ്ചലിക്ക് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. തിരിച്ച് വീട്ടിൽ വന്ന ലാസറാണെങ്കിൽ അവളെ കുളിപ്പിച്ചിട്ട് ഉറക്കാൻ വേണ്ടി കിടത്തും. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് അവനാണെങ്കിൽ ബാറിൽ പോയിട്ട് ഗിത്താർ വായിക്കാൻ ഓർക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ റേനെയും കൂട്ടാൻ വേണ്ടി കൂട്ടും. അതിനുവേണ്ടി റേയ്ക്ക് നല്ല ഡ്രസ്സെല്ലാം കൊടുക്കും. പിന്നീട് അവർ രണ്ടും കൂടെ ബാറിലേക്ക് പോകും. അവിടെ ചെന്ന് അവനാണെങ്കിൽ ഒരു ബാൻഡ് സെറ്റിൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ പാട്ടെല്ലാം പാടാൻ വേണ്ടി തുടങ്ങും. റേ ആണെങ്കിൽ ശരിക്കും മാറി വന്നു തുടങ്ങിയായിരുന്നു. പതി അവളുടെ മുഖത്ത് ചിരിയൊക്കെ വന്നിട്ട് ആ പാട്ടിൻ്റെ കൂട്ടത്തിൽ ശരിക്കും കിടന്ന് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി തുടങ്ങും. ഇതെല്ലാം റോണിയാണെങ്കിൽ വെളിയിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം ലാസറസ് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ റേ ആണെങ്കിൽ അവൻ്റെ ഗിത്താർ എടുത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് റോണി പുറകിൽ നിന്ന് വന്നിട്ട് ലാസറസിൻ്റെ തലക്കടിച്ചിടുന്നത്. ഇവൻ തോക്കെടുത്ത് റേയ്ക്ക് നേരെ ചൂണ്ടിട്ട് അവളോട് ചൂടായിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന ലാസറസ് ആണെങ്കിൽ റേയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോണിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവന് നേരെ തിരിക്കും. അങ്ങനെ റോണിയാണെങ്കിൽ ഇവന് നേരെ തോക്കും ചൂണ്ടി വരും. ഇവനാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ചെല്ലുകയും ചെയ്യും. അവനാണ് പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടായിട്ട് റോണി തലയിറങ്ങി താഴെ വീഴുന്നത്. ഇത് കാണുന്ന ലാസറസ് ആണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആറലിനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി വരും. അങ്ങനെ അവൻ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് റോണിക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടുന്നത്. പിന്നീട് രണ്ടുപേരും അവിടെ അവരവരുടെ അവസ്ഥകളും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കല്യാണ ദിവസമായിരുന്നു. റേയെ ഒരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏഞ്ചലിനെ ലാസറസ് ഉണ്ടായിരുന്നു. അതേസമയം റോണിനെ ഒരുക്കാൻ വേണ്ടി അന്ന് ഫാമിലേക്ക് വന്ന ടീനേജർ പയ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസറസ് ആണെങ്കിൽ അവളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കല്യാണ സ്ഥലത്തേക്ക് വരും. റോണി ആണെങ്കിൽ റിങ്ങിന് പകരം വെറൈറ്റിക്ക് വേണ്ടി അരിഞ്ഞാണമായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ അവനാണെങ്കിൽ അതിട്ട് കൊടുക്കും. പിന്നീട് അവർ രണ്ട് പോകുമ്പോഴത്തേക്കും ലാസറസ് എന്തെല്ലാം കൂടെ സന്തോഷത്തോടു കൂടി അതെല്ലാം നോക്കി നിൽക്കും. പിന്നീട് ഇവർ പോകുന്ന വഴിക്കാണ് തൊട്ടടുത്തൊരു ട്രക്ക് പോകുമ്പോഴത്തേക്കിന് റോണിക്ക് ആൻസൈറ്റി ഉണ്ടായിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ പോലെ വന്നിട്ട് അവൻ കാറ് നിർത്തുന്നത്. ഇത് കാണുന്ന റേ ആണെങ്കിൽ അവൻ ഇപ്പോൾ ഇട്ട് തന്ന അരിഞ്ഞാണത്തെ പിടിച്ച് കറക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അവൾക്കും ഇതേ ആൻസൈറ്റി തന്നെ ഉണ്ടാവും. പണ്ടത്തെ ചെയിൻ്റെ കാര്യം ഓർത്ത് അങ്ങനെ അവളാണെങ്കിൽ പതിയെ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അങ്ങ് അവസാനിക്കും.